My dear friends, today we are going to start our first chapter from chemistry. The chapter name is Chemical Reactions and Equations. What is the name of the first chapter? Chemical Reactions and Equations. It's very important chapter, very interesting chapter. Okay, now we are going to start this chapter. Okay, before I start my classes or start my video, I want to ask some question to you. It's very simple one. These things you already discussed in our previous classes. That means previous small classes. What is the difference between physical change and chemical change? നമുക്ക് രണ്ട് തരത്തിലുള്ള ചേഞ്ച് ഉണ്ടല്ലോ, ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. സിമ്പിളാണ്, ഈസിയാണ്, ജസ്റ്റ് ഒന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ എൻ്റെ നോട്ട്സോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ ഇവിടെ ചെയ്യുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ പേജിൽ 2 കോളം വരച്ചിട്ട് ഫിസിക്കൽ ചേഞ്ച് കെമിക്കൽ ചേഞ്ച് എന്ന് എഴുതുക. ഈ ഓഡിയോ മാത്രം അങ്ങനെ കേട്ടാൽ മതി. ഫസ്റ്റ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ ദ ചേഞ്ച് ഒക്കർ ഓൺലി ഇൻ ഇറ്റ്സ് ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ കുറച്ച് വാട്ടറുണ്ട്, വെള്ളമുണ്ട്, വാട്ടർ. ഇതിനെ നമ്മൾ കൊണ്ടുപോയി ഫ്രീസറിൽ വെക്കുകയാണ്. ഇറ്റ് വിൽ ബിക്കം ഫ്രോസൺ. നന്നായിട്ടത് ഫ്രീസായിട്ട് കട്ട പിടിക്കും. അത് ആദ്യം ഈ വാട്ടർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻ ലിക്വിഡ് ഫോം. അതിനെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ കൺവേർട്ട് ഇൻ ടു സോളിഡ് ഫോം. അവിടെ ഒരു ചേഞ്ച് ഉണ്ടായി. ലിക്വിഡ് എന്ന് പറയുന്ന സംഭവം കൂടുതൽ തണുത്ത്, അതായത് കോൾഡായി നന്നായിട്ട് കൂളായിട്ട് അത് സോളിഡായിട്ട് മാറുന്ന ഒരവസ്ഥ. ഈ ഒരു ചേഞ്ച് ഫിസിക്കൽ ചേഞ്ചാണ്. എന്തുകൊണ്ട് അതിൻ്റെ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്? അതിൻ്റെ ഫിസിക്കൽ ക്യാരക്ടറിന് മാത്രമേ അവിടെ ചേഞ്ച് ഉണ്ടായിട്ടുള്ളൂ. സൈസ്, അതുപോലെ തന്നെ ഷേപ്പ്, സ്റ്റേറ്റ്, ഇതൊക്കെയാണ് ഫിസിക്കൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. ഇപ്പം എൻ്റെ കയ്യിലൊരു പേപ്പറുണ്ട്. ആ പേപ്പർ ഞാനങ്ങ് ടീർ ചെയ്യാണ്, എന്ന് വെച്ചാൽ അത് കീറുകയാണ്, പേപ്പർ കീറുകയാണ്. ആ പേപ്പർ ഞാൻ കീറിക്കഴിഞ്ഞാൽ, അതിനെ ടീർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കെമിക്കൽ ചേഞ്ചായിട്ട് പറയാൻ കഴിയില്ല. അതൊരു ഫിസിക്കൽ ചേഞ്ചാണ്. അതിൻ്റെ സൈസിന് മാറ്റം ഉണ്ടായിട്ടുണ്ടാവും. എൻ്റെ കയ്യിലൊരു പെൻസിലുണ്ട്. ആ പെൻസിലിനെ ഞാൻ പകുതിക്ക് വെച്ചാണ്ട് കട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതൊരു ഫിസിക്കൽ ചേഞ്ചാണ്. എന്തുകൊണ്ട് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്? അതിൻ്റെ സൈസാണ് മാറിയത്. എൻ്റെ കയ്യിലൊരു ഫ്ലാറ്റായൊരു പേപ്പറുണ്ട്. ഞാനതിനെ നന്നായിട്ട് ചുരുട്ടിക്കൂട്ടി ക്രംബിൾ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഷേപ്പിനാണ് മാറ്റം വരുന്നത്, അല്ലേ? These are the example for our physical change. Therefore, we can conclude that in physical change, the change occur only in physical characteristics. What are the physical characteristics? Size, shape, then its state. State means solid to liquid or liquid to gas, etc. No change occur in its composition. That means no change occur in its molecules level. Okay, I will explain that. നമ്മുടെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ട്, അല്ലെങ്കിൽ മാഗ്നീഷ്യം റിബൺ ഉണ്ട്. മാഗ്നീഷ്യം റിബൺ, ഐ ജസ്റ്റ് ബേൺ ദാറ്റ് മാഗ്നീഷ്യം റിബൺ. ആ മാഗ്നീഷ്യം റിബണിനെ ഞാൻ ബേൺ ചെയ്യാണ്, കത്തിക്കുകയാണ്. അങ്ങനെ കത്തിക്കുന്ന സമയത്ത് മാഗ്നീഷ്യം അതൊരു കെമിക്കലാണ്. മാഗ്നീഷ്യം കെമിക്കൽ മീൻസ് ഒരു എലമെൻ്റാണ് മാഗ്നീഷ്യം. ആ മാഗ്നീഷ്യം ബേൺ ചെയ്യുക എന്ന് പറയുമ്പോൾ ഇറ്റ് റിയാക്ട് വിത്ത് എയർ. റിയാക്ട് വിത്ത് എയർ എന്ന് പറയുമ്പോൾ എയറിനകത്തുള്ള ഓക്സിജനാണ് കേട്ടോ അതിന് വേണ്ടത്. അപ്പോൾ മാഗ്നീഷ്യം ബേൺ, ദാറ്റ് മീൻസ് മാഗ്നീഷ്യം റിയാക്ട് വിത്ത് ഓക്സിജൻ. ഓക്സിജൻ ഉണ്ടെങ്കിൽ ബേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുള്ളൂ. ഇറ്റ് റിയാക്ട് വിത്ത് ഓക്സിജൻ ആൻഡ് പ്രൊഡ്യൂസ് എ ന്യൂ പ്രൊഡക്റ്റ്. മാഗ്നീഷ്യം നമ്മൾ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്, ആ മാഗ്നീഷ്യം കത്തിക്കരിഞ്ഞ അതിൻ്റെ ആ ചാർക്കോൾ, ദാറ്റ് ഈസ് കാൾഡ് മാഗ്നീഷ്യം ഓക്സൈഡ്. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായത്? മാഗ്നീഷ്യം ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് അത് കത്തിക്കരിഞ്ഞ് മാഗ്നീഷ്യം ഓക്സൈഡായിട്ട് മാറി. ഈ മാഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത് പുതിയൊരു കോമ്പൗണ്ടാണ്. നമ്മുടെ കയ്യിൽ മാഗ്നീഷ്യം ഉണ്ടായിരുന്നു, പിന്നെ ഓക്സിജൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് കത്തിക്കരിഞ്ഞപ്പോൾ എന്തായിട്ട് മാറി? മാഗ്നീഷ്യം ഓക്സൈഡായ പുതിയൊരു പ്രോഡക്റ്റാണ്. പക്ഷേ അതേസമയം ഫിസിക്കൽ ചേഞ്ചിലോട്ടൊന്ന് പോയേ. നമ്മുടെ കയ്യിൽ വാട്ടർ ഉണ്ട്. ഈ വാട്ടറിനെ ഞാൻ ജസ്റ്റ് ഫ്രീസ് ചെയ്തു, കട്ടാക്കി.
പക്ഷേ ഈ വാട്ടർ കട്ടയാക്കി കഴിഞ്ഞാലും ആ ഐസ് കട്ടയ്ക്കുള്ളിൽ, അതായത് ആ ഐസിനുള്ളിൽ എന്ത് തന്നെയാണുള്ളത്? ഈ വാട്ടർ മോളിക്യൂൾ തന്നെയാണുള്ളത്. അവിടെ എന്തിൽ ചേഞ്ച് ഇല്ല? അതിൻ്റെ മോളിക്യുലാർ ലെവലിൽ അതിവിടെ ചേഞ്ച് ഇല്ല. ബട്ട് നിങ്ങളൊന്ന് നോക്കിയേ, നമ്മൾ മെഗ്നീഷ്യത്തെ നമ്മൾ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ ആ മെഗ്നീഷ്യം ബേൺ ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മെഗ്നീഷ്യം ഓക്സൈഡാണ്. അതൊരു ന്യൂ പ്രോഡക്റ്റാണ്. ഇൻ എ കെമിക്കൽ റിയാക്ഷൻ വി ക്യാൻ സേ ദാറ്റ് എ ന്യൂ പ്രോഡക്റ്റ് വിൽ ഫോം. ഒരു പുതിയൊരു പ്രോഡക്റ്റ് അവിടെ ഫോം ചെയ്യുന്നുള്ളതാണ്, പുതിയൊരു സബ്സ്റ്റൻസ് അവിടെ ഫോം ചെയ്യുന്നുള്ളതാണ് കെമിക്കൽ ചേഞ്ചിൻ്റെ പ്രത്യേകത. ഓക്കെ, ഡിഡ് യു ഗെറ്റ് ദ ഐഡിയ? In physical change, no new product is there, but in chemical change, a new product will form there. Okay, the physical change can be reverse. അപ്പോൾ നമ്മുടെ കയ്യിൽ വാട്ടർ അത് ഐസായിട്ട് മാറി, ജസ്റ്റ് അതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഐസായിട്ട് തന്നെ മാറും, റിവേഴ്സ് ചെയ്യാൻ പറ്റും. ബട്ട് ഒരു കെമിക്കൽ ചേഞ്ചിന് ഒരിക്കലും റിവേഴ്സ് ചെയ്യാൻ കഴിയില്ല. നമ്മളൊരു പേപ്പർ കത്തിച്ചു, ഈ പേപ്പർ കത്തിക്കഴിഞ്ഞാൽ അത് ബേൺ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന അതിൻ്റെ ആഷ്, ആ ആഷ് വീണ്ടും നമുക്ക് പേപ്പറാക്കി കൺവേർട്ട് ചെയ്യാൻ കഴിയില്ല. ഇറ്റ്സ് എ കെമിക്കൽ ചേഞ്ച്, എ ന്യൂ പ്രൊഡക്റ്റ് ഈസ് ഫോംഡ് ദർ. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ മെയിൻ തിങ് അബൌട്ട് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ചേഞ്ച്. ഇറ്റ്സ് ഓൾഡ് വൺ. ദോസ് തിങ്സ് ആർ വി ആർ ഡിസ്കസ്ഡ് ഇൻ അവർ പ്രീവിയസ് small classes. Today we are going to learn about chemical equations, chemical reactions, etc. So you want to look here. First of all, we want to learn about what is chemical reaction. We can say that in every chemical change there is a reaction occur. That reaction is called chemical reaction. We can explain that chemical reaction in this way. Please listen. Chemical reaction, it is a process in which one or more substances, that means those substances are called reactants, I will explain more, are converted to one or more different substances. Those substances are called products. അപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ചില സബ്സ്റ്റൻസസ് ഉണ്ട്. ചില സബ്സ്റ്റൻസ്, ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ മെഗ്നീഷ്യം, ഇറ്റ്സ് എ സബ്സ്റ്റൻസ്. That substance is react with oxygen. Therefore, the reactants are magnesium and oxygen. These two substances are converted to one or more different substances. അപ്പോൾ ഈ രണ്ട് സബ്സ്റ്റൻസസ് റിയാക്ട് ചെയ്ത് പുതിയൊരു സബ്സ്റ്റൻസ് ആയിട്ട് മാറുകയാണ്. ഇവിടെ പുതിയ സബ്സ്റ്റൻസ് ആയിട്ട് കിട്ടിയത് ആരെയാണ്? നമുക്ക് മഗ്നീഷ്യം ഓക്സൈഡാണ്. അപ്പോൾ ഇതാണ് കെമിക്കൽ റിയാക്ഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, chemical reaction, it is a process in which one or more substances, the reactants, are converted to one or more different substances, the products. Substances are either chemical elements or compounds. അപ്പോൾ ഇവിടെ മഗ്നീഷ്യം എന്ന് പറയുന്നത് ഒരു എലമെൻ്റാണ്, ഓക്സിജനും ഒരു എലമെൻറ്റാണ്. ആ രണ്ട് എലമെൻറ്റുകൾ കമ്പൈൻ ചെയ്തിട്ട് പുതുതായിട്ട് മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അയേൺ, മഗ്നീഷ്യം, കോപ്പർ, സോഡിയം, ഓക്സിജൻ, സൾഫർ, ഇതൊക്കെ എലമെൻറ്റുകളാണ്. ബട്ട് സോഡിയം ക്ലോറൈഡ്, സോഡിയം എന്ന് പറയുന്ന എലമെൻറ്റും ക്ലോറിൻ എന്ന് പറയുന്ന എലമെൻറ്റും കമ്പൈൻ ചെയ്തുണ്ടാവുന്ന സോഡിയം ക്ലോറൈഡ്, ഹൈഡ്രജൻ എന്ന എലമെൻറ്റും ഓക്സിജൻ എന്ന എലമെൻറ്റും കമ്പൈൻ ചെയ്തുണ്ടാവുന്ന വാട്ടർ, ഇതൊക്കെ കോമ്പൗണ്ടാണ്. സോഡിയം ക്ലോറൈഡ്, വാട്ടർ, ഇവിടെ മഗ്നീഷ്യം ഓക്സൈഡ്, ഇതൊക്കെ കോമ്പൗണ്ടുകളാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കെമിക്കൽ റിയാക്ഷൻ എന്നുള്ളത് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് എ കെമിക്കൽ റിയാക്ഷൻ cannot be reversed by physical method. Physical method means magnetism, filtration, centrifugation, ഡിസ്റ്റിലേഷൻ, ഇവാപ്പറേഷൻ. ഇതൊക്കെ നമ്മൾ 9th ഏകദേശം കുറേയൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. സെൻട്രിഫ്യൂഗേഷനൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇപ്പോൾ നമ്മൾ കുറച്ച് ഷുഗർ എടുത്ത് വാട്ടറിൽ മിക്സ് ചെയ്ത് ഷുഗർ വാട്ടർ ഉണ്ടാക്കി. അതിൽ നിന്ന് ഷുഗറിനെ സെപ്പറേറ്റ് ചെയ്യണം. എന്ത് ചെയ്താൽ മതി? ദ പ്രോസസ് ഓഫ് ഇവാപ്പറേഷൻ. അപ്പോൾ അതൊരു ഫിസിക്കൽ ചേഞ്ചാണ്.
ഷുഗർ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുന്നത് ഫിസിക്കൽ ചേഞ്ച്. ഇറ്റ് ക്യാൻ ബി സെപ്പറേറ്റ് ബൈ ഫിസിക്കൽ മെത്തേഡ്സ്. But a chemical change or a chemical reaction cannot be separate or cannot be reversed by the physical method. ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആ കെമിക്കൽ റിയാക്ഷനെ ഒരിക്കലും നമുക്ക് തിരിച്ച് പഴയ അവസ്ഥയിലോട്ട്, അതായത് ഒരിക്കലും നമുക്കതിനെ റിവേഴ്സ് ചെയ്യാൻ കഴിയില്ല. ഈ ഫിസിക്കൽ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്കൊരിക്കലും അതിനെ റിവേഴ്സ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ മഗ്നീഷ്യം അതുപോലെ തന്നെ നമ്മളുടെ ഓക്സിജൻ ഇത് രണ്ടും റിയാക്ട് ചെയ്ത് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടായി. ഈ മഗ്നീഷ്യം ഓക്സൈഡിനെ ഒരിക്കലും നമുക്ക് റിവേഴ്സ് ചെയ്യാൻ കഴിയില്ല. വി കാൺട്ട് റിവേഴ്സ് എ കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ, വെൻ എ കെമിക്കൽ റിയാക്ഷൻ occur, we can notice some changes. The changes may be in its state. That means the reactants are in solid state. After the reaction, a product form. That product may be in liquid or gaseous state. We have more example for that. We will discuss later. Maybe change in color. Maybe there is a change in temperature. Maybe there is a evaluation of gas. അതായത് ഇപ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ പലതരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ റിയാക്റ്റൻ്റ് ഇപ്പോൾ ആദ്യം സോളിഡ് സ്റ്റേറ്റ് ആണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് ലിക്വിഡ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഹൈഡ്രജൻ ഓക്സിജൻ ഇത് രണ്ടും ഗ്യാസ് സ്റ്റേറ്റ് ആണ്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ ഓക്സിജൻ ഗ്യാസ് ആണ്. ഇത് രണ്ടും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാട്ടർ, ഹൈഡ്രജനും ഓക്സിജനാണ് വാട്ടറിനകത്ത് ഉണ്ടാവുക, വാട്ടർ. ഈ വാട്ടർ എന്ന് പറയുന്നത് ഒരു ലിക്വിഡാണ്. Okay, അപ്പോൾ this like some changes will occur there. Therefore, we can conclude that a chemical reaction involves change in state, change in color, change in temperature and evaluation of gas. Okay. Now we are going to check some important reactions that occur in our day-to-day life. Digestion of food, respiration, rusting of iron, formation of curd. These are the example for chemical reaction in our day-to-day life. The digestion of food you will discuss in your biology. We have respiration also you will discuss in your biology. From the you can say that digestion of food and respiration are both things occur in our body. That things are example for our chemical reaction. Next one, rusting of iron and formation of curd. These also another examples for our chemical reaction. We will discuss later. Okay, I told you before what is reactants and what is product. The definition of reactants and product is here. Reactants who take part in a chemical reaction. Product means the substance which are formed in a chemical reaction. For example, when magnesium ribbon burned in air, what are the reactants are there? Magnesium and air means oxygen. Then what is the product formed there? Magnesium oxide. Okay, അപ്പോൾ reactants and products are very important two terms in a chemical reaction. Reactants means who take part in the chemical reaction. Product means after the reaction what is the outcome? What is the substance formed after the chemical reaction? That is called products. Okay, next one we are going to discuss about what is a chemical equation. Next we are going to discuss about chemical equation. We have a lot of mathematical equation for calculating area, volume, etc. ഈ ഏരിയ വോളിയം എന്നൊക്കെ പറയുന്ന മാത്തമാറ്റിക്കൽ ഇക്വേഷനിൽ നമ്മളൊരു സിമ്പലാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലേ. ഇപ്പോൾ വോളിയം ആണെന്നുണ്ടെങ്കിൽ വി എന്ന് കൊടുക്കും, ഏരിയ ആണെന്നുണ്ടെങ്കിൽ എ എന്ന് കൊടുക്കും. ഇനി അതും വേണ്ട, 9th നമ്മൾ ഫിസിക്സിൽ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് പഠിച്ചിട്ടുണ്ട്. അതിലൊരു ഇക്വേഷനാണ് വി ഈക്വൽ യു പ്ലസ് എ ടി. ഇതൊരു എക്സാമ്പിളാട്ടോ പറയണത്, ഇതൊന്നും കെമിസ്ട്രിയിലുള്ളതല്ല, എക്സാമ്പിളാണ്. കെമിക്കൽ ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള എക്സാമ്പിൾസാണ്. വി ഈക്വൽ ടു യു പ്ലസ് എ ടി. ഇവിടെ വി എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ വെലോസിറ്റി. നമ്മൾ ഫൈനൽ വെലോസിറ്റി നമ്മൾ എഴുതല്ലല്ലോ ചെയ്യുക, ബട്ട് നമ്മൾ അതിന് പകരം വി എന്ന് കൊടുക്കും. ഈക്വൽ നമ്മളിങ്ങനെ ലെറ്റേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് എഴുതാനോ ചെയ്യുക? നോ, വി ആർ യൂസിങ് സം സിമ്പിൾ ഈക്വൽ. ദെൻ യു പ്ലസ് എ ടി. യു എന്താ? ഇനീഷ്യൽ വെലോസിറ്റി. ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ എഴുതല്ലേ ചെയ്യുക, പ്ലസിന് പകരം PLUS എന്ന് കൊടുക്കല്ലേ ചെയ്യുക.
നമ്മൾ പകരം വി ഈക്വൽ യു പ്ലസ് അതിൻ്റെ സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതുക, വി ഈക്വൽ യു പ്ലസ് എ ടി. ഇതേപോലെ കെമിസ്ട്രിയിലും ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സിമ്പിളുകൾ യൂസ് ചെയ്ത് നമ്മൾ അതിൻ്റെ ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, okay, it is an example for our chemical equation. Here you can see magnesium plus oxygen, then arrow mark. That arrow mark we will read gives magnesium oxide. Magnesium plus oxygen gives magnesium oxide. It is not a pure chemical equation because we want to use some symbols instead of these types of writing. We want to put Mg instead of magnesium. We want to put O2 instead of oxygen. We want to put MgO instead of magnesium oxide. These are the changes we want to make in this equation. Also, we want to put some symbols which indicate the states of the reactants and product. If the substances are solid, we want to put S in its bracket. If the substances are liquid, we want to put L in its bracket. If the substances are gas, we want to put G in bracket. You can see here another one, AQ. AQ means aqueous. Aqueous solution means it is a solution in which solvent is water. For example, sugar water. It is in aqueous form. In a chemical reaction, we occur some sugar water. Then in its bracket, we want to written AQ. If we obtain some water, it will be liquid. Therefore, in bracket, we want to put L. If we obtain some salt water during a chemical reaction, we will mention AQ in its bracket. That means in a chemical equation, we want to put its state. Solid, liquid, gas. These are the three states we have. But another one that is called aqueous. That means it's a solution in which solvent is water. Then we want to define a chemical equation like this. A chemical reaction can be represented by a chemical equation. It involves uses of symbols of substance, of reactant and product with a mention of physical state. Okay, then please look an example. Okay, in our previous example, magnesium react with oxygen form magnesium oxide. Magnesium is in solid state. We want to put S in its bracket. O2, that means oxygen in gaseous state. Therefore, we want to put G in bracket. When it burn in the presence of oxygen, we will get MgO. MgO means magnesium oxide. It is also in solid state. Therefore, we want to put NS in bracket. When you look onto this equation, you can feel that there are some mistakes in this equation. That means we want to balance this equation. Then an equation, that means a chemical equation, become correct. How can we balance a chemical equation? That we will discuss in our next class. Okay.